കന്നിയായില്യം തൊഴുതാൽ ഒരു വർഷം ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ആയില്യവ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ്. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം. ആയില്യവ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ്. ശൈവവും വൈഷ്ണവവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാം എന്ന പ്രത്യേകതയുണ്ട്. പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി ജപത്തിന് ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. നാഗപ്രീതി വരുത്തി കുടുംബസുഖവും സർവ്വ ഐശ്വര്യവും നേടാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് നാഗരാജാവിന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം. കേരളത്തിൽ നാഗ ആരാധനയ്ക്ക് പരശുരാമ മഹർഷിയോളം പഴക്കമുണ്ട്. താൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമി പാപശാന്തിക്കായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തെന്നും ആ ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഒഴിഞ്ഞുപോയി. കാരണം ഓരുവെള്ളം, മണ്ണിന്റെ കുഴമ്പു രൂപം എന്നിവയായിരുന്നു കാരണങ്ങൾ. വിഷമിതനായ പരശുരാമൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു. തന്റെ മുന്നിൽ